ഇതിഹാസത്തിന്റെ ഈ പാഠത്തെ സങ്കീർണമാണ് ഭീഷ്മരുടെ ഒരു അവസ്ഥ. ധർമ്മം അറിയുകയും പലപ്പോഴും ധർമ്മം പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന നിസ്സഹായതയിലാണ് ഭീഷ്മർ പെട്ടുപോകുന്നത്. ഈ അവസ്ഥയെ എങ്ങനെ മനസ്സിലാക്കുന്നു സർ? BC 330 എഴുതിയ ചാണക്യ നീതിസാരം, ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ട്. ചാണക്യ നീതിസാരത്തിൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബാംഗം തയ്യാറായാൽ ആ കുടുംബാംഗത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് കുടുംബത്തെ സംരക്ഷിക്കണം. ഒരു കുടുംബം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ കുടുംബത്തെ ഇല്ലാതെയാക്കിയിട്ട് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്ത് രാഷ്ട്രത്തെ നിലനിർത്തണം. ഒരു രാഷ്ട്രം ലോകത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ രാഷ്ട്രത്തെ അടിയോടുകൂടി പിഴുതെറിഞ്ഞ് ലോകത്തെ നിലനിർത്തണം എന്ന് ചാണക്യ നീതിസാരം പറയുന്നു. യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ ഒരു ഡെഫനിഷൻ ന രാജ്യം ന രാജാ ആസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ഒരു ധർമ്മരാജ്യം എന്ന് പറയുന്നതിന് അതിർത്തികളില്ല. ന രാജ്യം, രാജ്യത്തിന് അതിർത്തിയില്ല. ന രാജാ ആസീത്, ഒരു രാജാവിൻ്റെയും ആവശ്യമില്ല. രാജാവില്ല എന്നല്ല, രാജാവിൻ്റെയും ആവശ്യമില്ല. ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ, ശിക്ഷ കൊടുക്കേണ്ടവരും ശിക്ഷ എടുക്കേണ്ടവരുമില്ല. ധർമ്മേണ ഏവ സർവേ പ്രജാ രക്ഷന്തി സ്മ പരസ്പരം, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രജകൾ സ്വയം രക്ഷിച്ചിരുന്നു. അതല്ല രാജ്യത്തിലും കൊട്ടാരത്തിലും നാട്ടിലും നടക്കുന്നതെങ്കിൽ രാജാവിൻ്റെ അധികാരം ഉപയോഗിക്കണം. ഏത് തരത്തിലുള്ള രാജാവ്? സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവാഭരണഭൂഷിതാം നിർഭയ പ്രതിപദ്യന്തേ തഥാ രക്ഷതി ഭൂമിപ. ഒരു സ്ത്രീ സർവാഭരണത്തോടു കൂടി ആരും ഒരു പുരുഷനും കൂടെ ഇല്ലാതെ റോട്ടിലൂടെ നടക്കാൻ ധൈര്യം കാണിക്കുന്നു എങ്കിൽ ആ സ്ത്രീയുടെ ആ നടത്തം സർവാഭരണത്തോടു കൂടി സാധ്യമാക്കിയത് ഭരിക്കുന്ന രാജാവാണ്. ആ രാജാവിൻ്റെ കപ്പാസിറ്റി പ്രജകളിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഭീഷ്മരുടെ അടുത്ത് ധർമ്മത്തെക്കുറിച്ച് ചോദിച്ച ധർമ്മപുത്രരോട് ധർമ്മപുത്രർ പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ശ്രീകൃഷ്ണൻ കറക്റ്റായിട്ട് ഉത്തരം കൊടുത്തത് പരിജ്ഞാനവും അറിവെനിക്കുണ്ട്, പക്ഷെ അനുഭവ സമ്പത്തുള്ളത് ഭീഷ്മർക്കാണ്. അപ്പോൾ ഭീഷ്മരോട് ചോദിക്കാനാണ് പറഞ്ഞത്. ആ ഭീഷ്മര് ജീവിതത്തിൽ തുടക്കം മുതൽക്ക് അവസാനം വരെ എവിടെയെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ, എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ ആ ശരശയ്യയിൽ കിടന്ന് ആ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ദുര്യോധനൻ ശരശയ്യയിൽ കിടന്നില്ല, ശകുനി കിടന്നില്ല, ദ്രോണർ കിടന്നില്ല, ആര് കിടന്നില്ല. ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായി ധർമ്മം അറിയാവുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാഷ്യം, മഹാഭാരതത്തിൽ 219 പേജുകളോളം നീണ്ടു നിൽക്കുന്ന ഭീഷ്മോപദേശത്തിൽ ഇത്രയും അധികം ധർമ്മം അറിയാവുന്ന വ്യക്തി അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ അനുഭവിക്കേണ്ടതാണ് എന്നാണ്. ഇതെല്ലാം നമുക്ക് ഒരു തുറന്ന മനസ്സോടുകൂടി ശരിയും തെറ്റും കേൾക്കുക, നല്ലതും ചീത്തയും കാണുക, നല്ലത് മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെച്ചാൽ ഭീഷ്മരുടെ വാക്കുകളും പ്രവൃത്തികളും വേദവ്യാസൻ എഴുതിയിരിക്കുന്ന ഓരോന്നും എത്ര അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സയൻറ്റിഫിക് ആണ്, ലോജിക്കലാണ്, റാഷണൽ ആണ്, യൂസ്ഫുൾ ആണ്.